ഹലോ നമസ്കാരം. ടോക്ക് വിത്ത് റിനാസ് എന്ന പുതിയൊരു സീരീസിലേക്ക് സ്വാഗതം. നമ്മുടെ പൂനൂരിൽ ഇപ്പം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും തരംഗമായി കൊണ്ട് നിൽക്കുന്ന ഒരു ഷോപ്പാണ് 4K. നമ്മുടെ കൂടെ ഉള്ളത് 4Kന്റെ സ്വന്തം നുബാസ്ക ആണ്. വെൽക്കം നുബാസ്ക. താങ്ക് യു. ഓക്കെ, ഇപ്പം ഓഫ്ലൈൻ സീസൺ ആണ്. പൊതുവെ നോക്കുമ്പോൾ മാർക്കറ്റൊക്കെ കുറച്ച് ഡള്ളാണ്. എന്നാലും ഞാനിങ്ങനെ പുറത്തു കൂടിയൊക്കെ പോകുമ്പോഴും നാട്ടിലൊക്കെ നോക്കുമ്പോഴും 4Kന്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എപ്പോഴും ലൈവായി നിൽക്കുന്ന ഒരു പ്രതീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു സീക്രട്ട്? അതിന് സീക്രട്ട് ആയിട്ടൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ, ഇപ്പോൾ നോർമലി നമ്മൾ ബാക്കിയുള്ള ഷോപ്പുകളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും മറ്റുള്ള സാധനങ്ങളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള സാധനങ്ങൾ എവിടെ നിന്നാണോ കിട്ടുന്നത് അത് അവിടെ പോയി തപ്പിപ്പിടിച്ച് കൊണ്ടുവരിക. അത് അവർക്ക് പറ്റുന്ന അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റേറ്റിന് അത് ഒപ്പിച്ച് കൊടുക്കുക. അതൊക്കെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നല്ലൊരു സപ്പോർട്ടാണ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ റേറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ റേറ്റ് കുറയ്ക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറച്ചിട്ടാണോ, എങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രാറ്റജി? അതിപ്പോ നമുക്ക് പൊതുവെ പണ്ട് മുതലേ എല്ലാവരും ഒരു കാഴ്ചപ്പാടാണ് റേറ്റ് കുറച്ച സാധനം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു 1500 രൂപന്റെ സാധനം കൊടുക്കുമ്പോൾ കസ്റ്റമർ പെട്ടെന്ന് ബില്ല് ചെയ്ത് പോകും. അതേ സാധനം നമ്മൾ ചിലപ്പോൾ ഒരു 1000-ന് ചോടയായിട്ട് കൊടുക്കുമ്പോൾ ആ കസ്റ്റമർ തിരിച്ചു മറിച്ചൊക്കെ നോക്കും. അത് സ്വാഭാവികമായിട്ട് അതിന്റെ ക്വാളിറ്റി കുറവാണ്ടായിരിക്കും അത് റേറ്റ് കുറവെന്ന് അവർക്ക് തോന്നുന്നതാണ്. അത് സ്വാഭാവികമാണ്. ഇപ്പൊ ഞാനായാലും എന്റെ വൈഫിനെയും കൊണ്ടുപോയാൽ ഇത്തിരി കുറഞ്ഞ റേറ്റിനൊരു സാധനം കിട്ടുമ്പോൾ നമുക്കത് തോന്നും. പക്ഷെ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി അതല്ല. ഞങ്ങൾ ചെയ്യുന്നത് ശരിക്കും ഹോൾസെയിൽ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ആ ഒരു സ്ട്രാറ്റജി. കാരണം ക്വാണ്ടിറ്റി കൂടുതൽ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ അധികം പ്രോഫിറ്റിന്റെ ആവശ്യമില്ല. ഒരുപാട് ക്വാണ്ടിറ്റി പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് കുറയ്ക്കാം. അപ്പൊ പ്രോഫിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോഫിറ്റ് ഒന്നും ഉണ്ടായിട്ടല്ല എല്ലാ കച്ചവടക്കാരും കച്ചവടം ചെയ്യുന്നത്. പക്ഷെ ഇടുന്ന പ്രോഫിറ്റിൽ നിന്നും നമുക്ക് കുറയ്ക്കാം, പകുതിയാക്കാൻ പറ്റും. കാരണം ഒരു പീസ് പോകുന്നതിന് പകരം 4 പീസ് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കച്ചവടം ചെയ്യുന്നതിനേക്കാളും ലാഭത. അങ്ങനെ ചെയ്യുമ്പോൾ അതായത് അതെ അതെ 4 പീസ് ഷെയർ ചെയ്യും. അപ്പൊ അതില് 2 ആളുകൾക്കും, അതായത് വാങ്ങിക്കുന്ന കസ്റ്റമർക്കും അതൊരു ലാഭമാണ്. കാരണം കസ്റ്റമർക്ക് ചുരുങ്ങിയ ചെലവിൽ സാധനം കിട്ടും. ഞങ്ങൾക്ക് ആ സ്പോട്ടിൽ 4 എണ്ണം പോകുമ്പോൾ ചിലപ്പോൾ 1 വിറ്റാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടും. അതാണ് ഫോളോ ചെയ്ത് പോരുന്നത്. അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് മെറ്റീരിയൽ ഒപ്പിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു യൂണിറ്റ് ആയിട്ടൊരു ടൈപ്പിൽ ചെയ്തിട്ടാണ് അധികം സാധനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് യൂണിറ്റിൽ അടിച്ച് കിട്ടാൻ കുറച്ച് കാലതാമസം ഉണ്ടാവും. അപ്പോൾ പുറമേ നിന്നൊക്കെ നമ്മൾ സാധനം എടുക്കുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റേറ്റിന് നമുക്കൊരു പരിധി ഉണ്ടാവും. അതിൽ കുറഞ്ഞ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മാർക്കറ്റിൽ ആർക്കും കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. ആ ഒരു സ്ട്രാറ്റജിയിലാണ് ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നല്ലൊരു മാർക്കറ്റ് അങ്ങനെയും ചെയ്യാം. അതിന് കുറെ ആളുകൾ ഇങ്ങനെപ്പോലുള്ള കുറെ ചെറുപ്പക്കാർ ശരിക്കും ഇതിലേക്ക് കടന്നു വരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ കസ്റ്റമർക്ക് ഒരു ലാഭമാണ്. അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആദ്യം ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 399 രൂപേന്റെ ഒരു ടോപ്പ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ, അപ്പോൾ അധികം കസ്റ്റമർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു 399 അല്ലേ, പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിയാണ്. പക്ഷെ സാധനം വെറുത്താണ്, ക്വാളിറ്റിയാണ്. അപ്പോൾ ആ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഫീഡ്ബാക്ക് അതിപ്പോൾ അവരെ ഫാമിലിക്ക് ഷെയർ ചെയ്യും, അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് അത് ഒരു കസ്റ്റമർ ഉള്ളത് 5 കസ്റ്റമർ ആവും. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ ഇടുമ്പോൾ അവർക്ക് ട്രസ്റ്റ് വരും ഞങ്ങളായിട്ട്. അപ്പോൾ അവർ വീണ്ടും വീണ്ടും ഓർഡർ തരും. ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ഈ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് നമ്മുടെ കസ്റ്റമർ കൂടുതലും. അതെ അധികം അങ്ങനെയാണ്. ഇപ്പൊ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് ആയാലും അധികം അങ്ങനെയാണ്. കുറെ ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവരുണ്ട്. വീഡിയോ കണ്ടാലും ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാതെ എന്തുകൊണ്ടാണ് ഇത് ഇത്ര റേറ്റ് കുറവ് എന്ന് വിചാരിച്ചിട്ട് ഡയറക്റ്റ് വന്ന് സാധനം കാണുന്നത് ബോധിച്ച് കൊണ്ടുപോകുന്നതാണ് അധികം ആളുകൾ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ലൈവിൽ നിൽക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഓഫ് സീസൺ ആണ്. ഈ ഓഫ് സീസൺ ആയിട്ട് പോലും നമുക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതും എപ്പോൾ നോക്കിയാലും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു കസ്റ്റമർ ഉള്ളതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് മാറിയപ്പോൾ നമുക്ക് നല്ലൊരു ഹൈക്ക് വന്നു. പക്ഷേ ഈ ഓൺലൈനിലേക്ക് നിങ്ങൾ മാറിയത് എന്ന് പറയുമ്പോൾ സാധാ എല്ലാ ഷോപ്പും കാര്യങ്ങളൊക്കെ ഓരോ ഗിവ് അവേ കൊടുത്തിട്ടും ബാക്കിയുള്ളവരായിട്ട് കൊളാബ് ചെയ്തിട്ടൊക്കെയാണ് ഒരു ഹൈ റേഞ്ച് എത്തിയിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറും 4 മാസം കൊണ്ട് 30K ഫോളോവേഴ്സ് എത്തി. അതിലൂടെ നല്ല സെയിൽസ് കൺവേർട്ട് ചെയ്യാൻ പറ്റി. ഇതിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തത്? അതിന് പ്രത്യേകിച്ച് സ്ട്രാറ്റജി പറഞ്ഞാല്, നമുക്കിപ്പോഴത്തെ നമ്മുടെ അടുത്തേക്ക് ഓഫ്ലൈൻ ആയിട്ട് ഒരു കസ്റ്റമർ കയറി വരുമ്പോൾ ആ കസ്റ്റമർ അടുത്ത് ഞങ്ങൾ എന്താണോ പറയുന്നത് അതേ ഞങ്ങൾ ഓഫ്ലൈനിൽ പറയുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോഴത്തെ കസ്റ്റമർ പഴയ പോലെയല്ല. ഒരു ഓൺലൈനിൽ നമ്മളിപ്പോൾ ഒരു ആഡ് കാണുന്ന സമയത്ത് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവർ
സ്കിപ്പ് ചെയ്തു പോകും. പക്ഷെ ഞങ്ങൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം ഞങ്ങളെ കയ്യിലുള്ള സാധനം അത് ആ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം റേറ്റ് കുറച്ചിട്ട് കൊണ്ടുവന്നിട്ട് അത് ജെന്യൂൻ ആയിരിക്കണം, ആ റേറ്റിന് കിട്ടുന്ന കസ്റ്റമർക്ക് ഒരു വർത്തായിരിക്കണം, അങ്ങനത്തെ സാധനങ്ങളാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമർക്ക് ആവശ്യമുള്ള സാധനം ആയതുകൊണ്ടായിരിക്കാം ഒരു 800 ഏകദേശം ഞങ്ങളിപ്പോൾ ഓൺലൈനിൽ ഈ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2 വർഷമായിട്ടായി. ഒരു 800 ഫോളോവേഴ്സ് ഇട്ടായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഒരു 4 മാസം മുമ്പ്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 4-5 മാസം മുമ്പ് ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കിട്ടി. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് അങ്ങനത്തെ ഒരു സെലിബ്രിറ്റീനെ ഒന്നും വെക്കാതെ നമ്മൾ തന്നെ ഒരു ഫോൺ ഉപയോഗിച്ച് ഒരു വീഡിയോ അങ്ങ് ചെയ്ത്, അത് എന്തോ ഭാഗ്യത്തിന് അന്ന് ട്രെൻഡിങ്ങിൽ നിന്നുകൊണ്ടിരുന്ന സാധനത്തിന്റെ ഏകദേശം ഒരു 1000-2000 മുകളിൽ വില ഉണ്ടായിരുന്ന ഒരു സാധനം ഞങ്ങൾക്ക് ഒരു 800 ആ റേഞ്ചിന് കിട്ടിയപ്പോൾ ഞങ്ങൾ അത് ചെയ്ത്. അതെ, ആ സമയത്ത് അത് ചെയ്ത്. അപ്പോൾ അവർക്ക് അത് ഒരു വർത്താണ്. കിട്ടിയവർ വീണ്ടും വീണ്ടും ഓർഡർ ചെയ്ത്, അവരെ റിലേറ്റീവ്സ് ഓർഡർ ചെയ്തു. പിന്നെ ഓൾറെഡി ഇങ്ങനെ ഞങ്ങളെ ഫോളോവേഴ്സ് കൂടി, വ്യൂസ് കൂടി, പിന്നെ മെസ്സേജസ് ഒരുപാട് വരാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് സത്യം, ഞങ്ങൾക്ക് ഇതിന്റെ മുകളിൽ വേറൊരു മുതൽ മുടക്ക് ഉണ്ടായിട്ടില്ല. അതൊരു സത്യമാണ്. ഈ ഒരു 4 മാസമായിട്ടു ഞങ്ങൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു പൈസ അങ്ങനെ ഈ ഒരു ഓൺലൈൻ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെലവ് ചെയ്തില്ല. പക്ഷെ ഇപ്പം നമ്മൾ ഓൺലൈൻ നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം വേറൊരു സ്റ്റാഫ് അങ്ങനെ ഒരു സെക്ഷൻ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാരണം റിപ്ലൈസ് കൊടുക്കാനും അതിന്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് റിപ്ലൈ കൊടുക്കുന്നത്. അതെ അങ്ങനെയാണല്ലേ. അതാണിപ്പോ. പക്ഷേ നമ്മള് ഒരുപാട് പൈസ ഇറക്കി മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഇപ്പോ പേഴ്സണൽ ജേർണലൊക്കെ ചെയ്തു പോകുമ്പോൾ ജേർണലിന് കുറച്ചുകൂടി ഒരു ഹൈക്ക് കിട്ടുന്ന ഒരു രീതി കാണുന്നുണ്ട്. അതെ, അത് എൻ്റെ അഭിപ്രായത്തിൽ കുറെ ആളുകൾ ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരണം. കാരണം കസ്റ്റമേഴ്സിന് ആവശ്യം ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഈ ടെക്സ്റ്റൈൽ ഫീൽഡാണ്. ഇതേപോലെ ചെരുപ്പിന്റെ ഫീൽഡിലായാലും എന്തിലായാലും ശരി, നമുക്ക് പ്രോഫിറ്റിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ വിൽക്കാൻ പറ്റും. അതെ, ക്വാണ്ടിറ്റി കൂടുതൽ വിറ്റാൽ ശരിക്ക് ചെയ്യുന്നതിൽ വേറൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് നമ്മളെ വേറെ മറ്റു ഷോപ്പുകളൊക്കെ വേറെ വിലക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന സാധനമാണ്, അതൊക്കെ അറിയാം. പക്ഷെ ആളുകൾക്ക് കൂടി ആവശ്യങ്ങൾ നോക്കുക. കസ്റ്റമർ ഒരു ആവശ്യം ഇപ്പോൾ എല്ലാവരും അതെ അതുപോലെ ഇപ്പൊ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടി വെയർ ആണെങ്കിൽ പോലും ഇപ്പം പണ്ടത്തെ പോലെ അല്ല. ഈവൻ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫോട്ടോഗ്രാഫി ഒരു 2-3 ഫോട്ടോഗ്രാഫി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ് ഇപ്പൊ നിലവിലുള്ളത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞ. അപ്പൊ അങ്ങനത്തെ ഒരു കസ്റ്റമർക്ക് ഇതിന് ഒരുപാട് ലാസ്റ്റിംഗ് കിട്ടുന്ന ഒരുപാട് ക്വാണ്ടിറ്റി അങ്ങനത്തെ സാധനങ്ങളല്ല വേണ്ടത്. അവർക്ക് ഇപ്പൊ വേണ്ടത് ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ ഉള്ളതും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു 5000 രൂപയുടെ സാധനം വാങ്ങിച്ചാലും അതിന് യാതൊരു ഗ്യാരണ്ടിയും ഇപ്പോഴും സാധ്യതയിൽ കൊടുക്കൂല ആരും. അപ്പോൾ ഇത് എന്തിനാ അത്രയും വിലൻ്റെ പ്രാവശ്യം വാങ്ങേണ്ടതെന്നുള്ള ഒരു കസ്റ്റമർ അങ്ങനെ തിങ്ക് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിനാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങൾ അവരെയാണ് ടാർഗറ്റ് ചെയ്തത്. ആ കസ്റ്റമർ അത് വിചാരിച്ച പോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 30K ഫോളോവേഴ്സ് എന്ന് പറയുമ്പോഴും നിങ്ങളെ കസ്റ്റമേഴ്സ് തന്നെയാണല്ലോ. അപ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? അതാണ് ഞങ്ങളൊരു പ്ലസ് പോയിന്റ്. കാരണം ഞങ്ങളെ വീഡിയോസും ഞങ്ങളെ പ്രോഡക്റ്റും കണ്ട് ഫോളോ ചെയ്തവരാണ് ഇപ്പം നിലവിൽ ഞങ്ങളുടെ അടുത്തുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ നിങ്ങൾ ഫസ്റ്റിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കൊളാബ് ചെയ്തിട്ടില്ല, പിന്നെ ഗിവ് അവേ കൊടുത്തിട്ടില്ല. ഗിവ് അവേ കൊടുത്തിട്ട് ഒരു ഫോളോവർ കയറി വരിക എന്ന് പറഞ്ഞാൽ അവർ വേറെ പലതും ആശ്രയിച്ച് വരുന്നവരാണ്. ഞങ്ങളുടെ അടുത്ത് ഇപ്പം നിലവിലുള്ളത് വെറും 30K ആണെങ്കിലും 30K ഞങ്ങളെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങളെ പ്രൊഡക്റ്റ് കണ്ടിട്ട് കയറി വന്ന ഫോളോവേഴ്സാണ് ഞങ്ങളുടെ കയ്യിൽ. വളരെ സന്തോഷമാണ്. കാരണം ഇനിയിപ്പോൾ ഒരു അവസരത്തിൽ ഇപ്പോൾ നമുക്ക് ഓഫ്ലൈൻ സെയിൽ കുറഞ്ഞാലും ഓൺലൈനായിട്ടും സെയിൽ അങ്ങനെ മേക്കപ്പായി പോകുന്നുണ്ട്. അതുമല്ല ആ ഒരു ഫീൽഡിലേക്ക് ഇപ്പോൾ ഒരു 4-5 പേർക്ക് പുതിയ ആളുകൾക്ക് ജോലി എടുക്കാൻ പറ്റി. അതെ, അപ്പോൾ നമ്മൾ അങ്ങനെ വിചാരിച്ചാൽ നടക്കാത്ത സംഗതികളൊന്നും ഇല്ലാന്ന് അതിൽ നിന്ന് അറിയാം. പിന്നെ എന്തോ ബാക്കിയൊക്കെ പഠിച്ചവൻ്റെ കൂടി ഒരു അനുഗ്രഹം ഉണ്ടാവും എന്ന് വിചാരിക്കുക. ചില സമയങ്ങളിൽ അത് കറക്റ്റ് സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ പറ്റിയത് കൊണ്ടായിരിക്കും ആ വീഡിയോക്ക് അങ്ങനെ ഒരു റീച്ച് കിട്ടിയത്. അൽഹംദുലില്ലാ. ഇപ്പോൾ പൂനൂര് നമ്മൾ അത്യാവശ്യം ക്ലിക്കായി, ഓൺലൈനിൽ അത്യാവശ്യം ക്ലിക്കായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പൂനൂരിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ബ്രാഞ്ച് വരാനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു ആവശ്യം നിലവിൽ എനിക്ക് തോന്നുന്നില്ല. ചെയ്യാൻ തന്നെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഓഫ്ലൈനിൽ ഞങ്ങളൊരു ബ്രാഞ്ച് ചെയ്യണം, 1-2 ബ്രാഞ്ചുകളായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഓൺലൈനിൽ ഞങ്ങൾക്ക് ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ കോഴിക്കോട് കേരളം മൊത്തം ഞങ്ങളിപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുവിധം സാധനങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾക്ക് 250-300 പീസ് ചുരുങ്ങിയത് ഒരു ഐറ്റം ക്വാണ്ടിറ്റി ചെയ്തിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അത് ആ ക്വാണ്ടിറ്റി ഞങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് എന്തിനാണ് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ക്വാണ്ടിറ്റി ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് റേറ്റ് കുറച്ച് തരാൻ പറ്റുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ആ ക്വാണ്ടിറ്റി ശരിക്കും എല്ലാ വീഡിയോയിലും ഞങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട്. ഓക്കെ. ഇപ്പോൾ പുതുതായിട്ട് ബിസിനസ്സിലേക്കൊക്കെ വരുന്ന പുതിയ സംരംഭകർ, പുതിയ സ്റ്റാർട്ടപ്പ് ഒക്കെ ആയി വരുന്ന യുവാക്കൾക്ക് നിങ്ങളെ സൈഡിൽ നിന്ന് കൊടുക്കാനുള്ള സ്വന്തമായിട്ട് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ എന്തിലോ നമുക്ക് ഒരു എത്തിപ്പിടിക്കാൻ പറ്റും. പിന്നെ നല്ല ക്ഷമ വേണം.
അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 വർഷമായിട്ട് ഞങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ആക്കി വെച്ചിട്ട് നമുക്കിപ്പോൾ ഈ 4 മാസം കൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്ലച്ച് പിടിക്കാൻ പറ്റിയത്. അപ്പോൾ കുറച്ചൊന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓഫ്ലൈൻ കച്ചവടം ഞങ്ങൾക്ക് ആദ്യം ഉണ്ട്, കുഴപ്പമില്ലാത്ത കച്ചവടം ഉണ്ട്. പക്ഷെ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയത് ഇപ്പോഴാണ്. അതെ അതെ, അത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയതും ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ തോന്നിയത് ഓരോ ടൈമിനായിരിക്കും, പെട്ടെന്നായിരിക്കും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആളുകൾ കൂടുതൽ കടന്നു വരണം എന്ന് തന്നെയാണ് പറയുന്നത്. ഒരുപാട് വേറൊരാളെ കച്ചവടം കണ്ടിട്ട് ഒരിക്കലും വരരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കടന്നു വരികയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കസ്റ്റമർക്ക് ആവശ്യം റേറ്റ് കുറഞ്ഞ ഐറ്റംസുകളാണ്. റേറ്റ് കുറയുമ്പോൾ അത് പക്ഷേ ക്വാളിറ്റി കുറയാനും പാടില്ല, മാർക്കറ്റിൽ കിട്ടുന്ന സാധനമായിരിക്കണം. അപ്പോൾ അങ്ങനെ കുറേ കോൺസെപ്റ്റ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ സക്സസ്ഫുൾ ആവും. ഒന്നും വിചാരിക്കാനില്ല, അതിലൊരു എതിരഭിപ്രായം ആർക്കും ഉണ്ടാവില്ല. കാരണം കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻറ്റ് വാങ്ങാൻ പോയി, ചെറിയൊരു പൈസക്ക് എനിക്ക് നല്ലൊരു പാൻറ്റ് കിട്ടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ആ കടനെ വീണ്ടും ആശ്രയിക്കും. അത് അങ്ങനെയാണല്ലോ ചെയ്യുക. അത് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഉന്നതി നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഒരു കാരണവശാലും അതിൻ്റെ ക്വാളിറ്റിയിൽ മായം ചേർക്കാതിരിക്കാനും ശ്രമിക്കുക. കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റൊന്നും എന്തെങ്കിലും കുറച്ചിട്ട് കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നല്ലാതെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുകയാണ് ഒരു നല്ല ഇതിൽ തന്നെ നിങ്ങൾക്കൊക്കെ ബിസിനസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ എൻ്റെ എല്ലാ ആശംസകളും ഉണ്ടാവും. അങ്ങനെ അത്രയേ ഉള്ളൂ പറയാനുള്ളൂ. കാരണം ബിസിനസ് ഫീൽഡിൽ നമുക്ക് അങ്ങനെ വലിയൊരു ക്ലാസ്സോ അഡ്വൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്ന വലിയൊരു അത്ര വലിയ പരിചയങ്ങളൊന്നും ഇല്ല. സംസാരത്തിലൂടെ തന്നെ ഈ കാണുന്ന ആളുകൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയി. അതെ അതെ അതെ, നല്ല പുതിയ ആളുകൾ ഈ ബിസിനസ് കടന്നു വരട്ടെ, ഒരുപാട് ആളുകൾ വരട്ടെ, അങ്ങനെ കുറെ ആളുകൾ വരട്ടെ. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊതുവെ ഈ സാമ്പത്തിക ഞെരുക്കത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് ഒരു ഉപകാരമാണ് ഇങ്ങനത്തെ നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്ന സംഗതികൾ. അങ്ങനെ കണ്ടാലും മതി. അതൊരു ബിസിനസ് ചിലപ്പോൾ ചില സമയം പ്രതീക്ഷിക്കാത്തത്ര ക്വാണ്ടിറ്റി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അത് അങ്ങനെയൊക്കെ ഏതായാലും അതെ കൂടുതലായിട്ട്. അപ്പോൾ നമ്മളെ കൂടെ ഇതുവരെ ഇരുന്ന് സംസാരിച്ച നുബാസ്കാക്ക് താങ്ക് യു. വിലപ്പെട്ട നിങ്ങളെ സമയമാണ് നമ്മളോട് സംസാരിച്ചത്. അതെ, ഞങ്ങളടുത്ത് ഇതുപോലെ വന്ന് ചോദിക്കാൻ നിങ്ങളെ പോലെ ആളുകൾ ഉണ്ടായത് നന്നായി. നമ്മൾ അതുപോലെ തിരിച്ച് താങ്ക്സ് പറയുകയാണ്. താങ്ക്സ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബൈ.